മൊമെന്റ്സ് ഓഫ് എസെൻറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ നമുക്ക്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാലോ? തുടങ്ങിയല്ലോ. എന്നാൽ 1.5 കിലോ മട്ടനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ ഈ മട്ടൻ വരട്ടിയതിന്. 1 കപ്പ് ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തുള്ളത്. അത് നമുക്ക് ഈ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിക്ക് നമ്മൾ കുറച്ച് ചേർക്കുള്ളൂ. പിന്നെ 2 പച്ചമുളക്, ഒരു വലിയുള്ളി, 3 തക്കാളി. ഇനി നമുക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് എടുത്തുള്ളത്. അതിൻ്റെ ടേസ്റ്റാണ് ഒന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അത്യാവശ്യം നല്ല വെള്ളം മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, ആ ചെറുള്ളിൻ്റെയും മസാലേൻ്റെ ഒക്കെ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 വിസിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇളയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 വിസിൽ മതിയായിരിക്കും. മട്ടൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം ഉണ്ടാവുക തുറക്കുമ്പോൾ തന്നെ. എനിക്ക് പറയുമ്പോൾ തന്നെ അങ്ങനെ വായിൽ വെള്ളം വരുന്നത് കണ്ടിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് ചേർക്കാം. ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല ഇവിടെ ഇപ്പോൾ ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇവിടെ ചെറുതായിട്ടൊരു ഗ്രേവി ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇനി അതല്ല ഗ്രേവി ഒറ്റപ്പൊടിയും ഗ്രേവി വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവി മൊത്തത്തിൽ നമുക്ക് അടുപ്പത്ത് വെച്ചുകൊണ്ട് വറ്റിച്ചെടുക്കാം. ഇവിടെ അത്യാവശ്യം കുറച്ചൊരു ഗ്രേവിയിലാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ വറവ് ചേർക്കുമ്പോൾ ഉണ്ടാവും ഒരു സ്മെല്ല്, അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂട് പൊറാട്ടൻ്റെ കൂടെ നല്ല കുത്തിരി ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മട്ടൻ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.